ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആൻ്റണിയുടെ പടമാണ്. ആദ്യമേ തന്നെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് കിടക്കാം. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അതിലൊരു പാകിസ്ഥാനി ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, അടിപൊളിയാണ്. പുള്ളി വേറെയും പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു കാസ്റ്റ് ലിസ്റ്റിൽ ആ ഒരു സംഭവം ഇല്ല, പുള്ളിയുടെ പേരില്ല. ഒരു മെയിനായിട്ടുള്ള നിവിൻ പോളി, മഞ്ജു പിള്ള, ഇവരുടെയൊക്കെ പേരേ ഉള്ളൂ, ധ്യാനിൻ്റെയൊക്കെ പേരേ ഉള്ളൂ. അതും ഇടായിരുന്നു, ആളുടെ ഒരു പ്രൊഫൈൽ കൂടി ആഡ് ചെയ്യായിരുന്നു അതിൽ. എന്താണെന്ന് വെച്ചാൽ ആളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് നിവിൻ പോളി. കഴിഞ്ഞ സിനിമ, അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ വെൽക്കം ബാക്ക് നിവിൻ എന്നൊക്കെ പറഞ്ഞ് ഐ ആം ബാക്ക് ബേബേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് വീണ്ടും. പറയുന്നതിൽ വിഷമമുണ്ട്, ആർക്കൊന്നും തോന്നരുത്. പടം ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്ക് വർക്കായില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണല്ലോ ഞാൻ പറയുന്നത്, എനിക്ക് വർക്കായില്ല. ഫസ്റ്റ് ഹാഫിലുള്ള ഒരുപാട് സാധനങ്ങൾ ക്രിഞ്ചാണ്. അത് ക്രിഞ്ചായിട്ട് തന്നെ അവർ കാണിക്കുന്നത്. പക്ഷെ എന്നാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്രിഞ്ച് തന്നെ അടിക്കും. ക്രിഞ്ചായിട്ട് കാണിക്കണം എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നില്ല. അതായത് ഒരു ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിക്ക് ഇപ്പോൾ ന്യൂവിനെ വലുതാക്കി കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സോങ്സിലൊക്കെ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോങ്സിലുള്ള ചില സീൻസൊക്കെ നല്ല രീതിക്ക് ക്രിയേറ്റീവായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സോങ്സ് ആയാലും ഇവരുടെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൈയും കാലോട്ട് ഇളക്കൽ തന്നെ, അതൊന്നും അങ്ങോട്ട് ഒരു വൈബ് നമുക്ക് തോന്നില്ല. ധ്യാനിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട, നല്ല രീതിക്ക് തന്നെ വെറുപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിലുള്ള മഞ്ജു പിള്ളയുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇത്തിരി അത്യാവശ്യം നന്നായിട്ട് തോന്നി, ഒരമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പിന്നെ ചില സീൻസ് നമുക്ക് ഇത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്ന സീൻസാണ്. ചില ഹ്യൂമേഴ്സ് ആയാലും ഈ ഒരു പൊളിറ്റിക്കലി ഒരുപാട് ഒരു വിഭാഗത്തെ മാത്രം അങ്ങോട്ട് അടച്ചാക്ഷേപിച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നൈസായിട്ടൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു ആശയമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പോലെയുള്ളൊരു ചേതോവികാരം കാണിച്ചാലും ഈ ഒരു സംഭവം, അതായത് വ്യക്തിപരമായി ഇഷ്ടമല്ലാത്ത ആ ഒരു പൊളിറ്റിക്സിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുക, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭീകരമായിട്ട് ചിത്രീകരിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. പിന്നെ ചില സീൻസ് നമ്മളെ ഇങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ, അതായത് മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കഴിഞ്ഞാൽ പല അപകട സാധ്യതകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതും ശരിക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലൊരു ഫീലാണ് കിട്ടുക. പിന്നെ മറ്റൊരാശയം, ഇപ്പം മതവും രാഷ്ട്രീയവും കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ എങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവമൊക്കെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരു ജെനുവിനിറ്റി ഇല്ല. അവിടെ ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിറ്റിക്സ് തന്നെയാണ്, എല്ലാ പാർട്ടിക്കാരും പൊളിറ്റിക്സ് തന്നെ ചെയ്യുന്നത്. ആരും അത്രയ്ക്ക് നന്മ മരങ്ങളൊന്നുമില്ല. ഒരാൾ മതത്തിൻ്റെ പേരിലാണ് കൊല ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല ചെയ്യുന്നു, മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ കൊല ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അതിനെ ഒരെണ്ണത്തിനെ മാത്രം ഭയങ്കരമായി ഭീകരമായി ചിത്രീകരിച്ച് മറ്റേതിനെ ഒരു ന്യൂട്രലായിട്ടൊന്ന് തള്ളിക്കൊണ്ടു പോകണമുള്ളൊരു ഫീല് എനിക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ പൊളിറ്റിക്സ് പാർട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ഒരു ക്യാരക്ടറിൻ്റെ ഒരു പാർട്ടാണ് വരുന്നത്. അത് 2 ക്യാരക്ടർ. ഇപ്പോൾ മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്താൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടൊരു വേറെ പുറം രാജ്യത്തേക്ക് പോകുന്നു. മണലാരങ്ങളിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ആടുജീവിതമൊക്കെ ഓർത്തുപോയി. പിന്നെ അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല ഉള്ളത്. ആ ഒരു വണ്ടിയിൽ പോയി ഇറങ്ങുന്ന ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ആടുജീവിതം പോലുള്ള ചില സീക്വൻസൊക്കെ ഞാൻ കണ്ടു. പിന്നീടുള്ളത് ഈ മെയിനായിട്ടുള്ള പാകിസ്ഥാനി ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളിയുടെ അടുത്തോട്ടാണ്. പിന്നെ നിവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് പോകുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെയുള്ളൊരു കൺവേർഷൻ ആ ക്യാരക്ടറിൽ നടക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പടം ഇത്തിരി ഇമോഷണൽ ട്രാക്ക് പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം നൈസായിട്ട് ഇടയിൽ കാണിച്ചു പോകുന്നുള്ളൂ. ഈ ഒരു പൊളിറ്റിക്സ് ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്, ഭയങ്കരമായിട്ട് ഈ പൊളിറ്റിക്സ് കാണിക്കുന്നത്. ധ്യാനായാലും നിവിനായാലും അതിൽ ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നി എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. സെക്കൻഡ് ഹാഫ്
കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫും ലാഗൊക്കെ അടിച്ചു, എന്നാലും കുറേ പാർട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എടുത്ത് പറയാൻ പറ്റില്ല. എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കാണുന്നതിൽ അർത്ഥമില്ലാതാവും. തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർ കാണുക. എനിക്ക് ഈ ഒരു സിനിമയിൽ എടുത്ത് പറയാനുള്ള കുറച്ച് സീൻസ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾ അറൗണ്ട് എ മൂവി ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. എനിക്ക് അത് പറയുന്നതിൽ ഒരു മടിയില്ല. നിവിനൊക്കെ ഇഷ്ടമാണ്, ധ്യാനിനെ ഇഷ്ടമാണ്. ശരിക്കും ഒരു ക്യാരക്ടറിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന പോലെയൊക്കെയുള്ളൊരു സാധനമാണ് അതിൽ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് ആരും ഇൻസ്പയർ ആവുക അതുപോലെ തന്നെ കണ്ണ് തുറക്കപ്പെടുകയൊന്നുമില്ല. കാരണം ഇത് ചെയ്തിട്ടുള്ള ആൾക്ക് വ്യക്തിപരമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയെയും അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായ ദോഷവശങ്ങളുണ്ട്. ഏത് പാർട്ടിയും ഇവിടെ രായാവിനെ പോലെ അല്ലാതെ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ കേന്ദ്രഭരണമായാലും സംസ്ഥാനത്തുള്ള ഭരണമായാലും എല്ലാം കണക്ക് തന്നെയാണ്. എല്ലാവരും അവർ രാജാക്കന്മാരാണ്. അവരെ പിന്തുണയ്ക്കുന്ന അണികൾ ഊളകളാണ്. ഇൻ ദ സെൻസ് ഒന്നുമില്ല അവർക്ക് എന്ത് നേട്ടമാണുള്ളത്? അവർക്കൊരു കോപ്പുമില്ല. അവരുടെ കുടുംബത്തിന് നാശമേ ഉള്ളൂ. ആ ഒരു സംഭവം പൊതുവായിട്ട് പറയണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഒരു 70% ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ കണ്ട് തള്ളിപ്പറഞ്ഞതിന് ശേഷം, അതായത് ക്രൂശിച്ചതിന് ശേഷം, ഭീകരവൽക്കരിച്ചതിന് ശേഷം ഒരു 30% ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് തട്ടി. അതാണ് ഉണ്ടായിരിക്കുന്നത്. അതിലിപ്പോൾ എന്ത് മാസ് കാണിക്കാൻ നോക്കിയാലും ഷൈൻ ടോമിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് കലക്ടറായിട്ടാണ്. അത് സംഭവം ആ ഒരു സീൻ മാത്രമായിട്ട് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു മൂവിയുടെ ഉള്ളിൽ അതെന്ന് പറയുമ്പോൾ കൂനിമ്മേ കുരു എന്ന് പറഞ്ഞ പോലൊരു ഫീലാണ് എനിക്കുണ്ടായത് പേഴ്സണലി. അതുകൊണ്ട് തന്നെ നിങ്ങളിനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. എനിക്ക് പടം വർക്കായില്ല, സത്യം പറഞ്ഞാൽ. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു മൂവിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.